എന്തൊട്ടത് എന്തൊണ്ടാക്കളാവേ എന്തൊട്ടത് അമ്മട്ട പൊട്ടി പെട്ട പൊണ്ടി എന്തൊട്ട ചെയ്യാക്കി പൊട്ട വന്നു എന്തൊണ്ടാക്കളാവേ എന്തൊട്ടത് കൊറേ കാലം കണ്ടിട്ട് എവിടെയാ ഞാനുണ്ടല്ലോ ഇപ്പൊ ചായക്കോപ്പല് ജാതി പൊരിയാന്ന് പറഞ്ഞു കേട്ടിട്ടാ സംഭവമാണല്ലേ ഇത് ഭയങ്കര സെറ്റപ്പല്ലേ പിന്നെ കാര്യങ്ങളൊക്കെ ഓ നന്നായിട്ട് വേണം ഇന്നസെന്റ് കണ്ടല്ലേ സാറേ നമസ്കാരണ്ട് സുഖായിരിക്കുന്നേ അതെ ഗഡി ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ ഈ തൃശ്ശൂര് ഭാഷ സംസാരിക്കുന്നുണ്ടുള്ള ഗുണം എന്താണ്? ഭയങ്കര ലാഭമാണ്, ഭയങ്കര ടൈം ലാഭല്ലേ. അതെങ്ങനെയാണ് ഈ ടൈം ലാഭം? ഇത് ഭയങ്കര നീട്ടിക്കുറിക്ക് ഷോർട്ടാക്കിട്ട് പെട്ടെന്ന് സംഭവങ്ങൾ പറയും. ആണല്ലേ? പെട്ടെന്ന് പറയും. എന്തേലും വേണമെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അത് എങ്ങനെ ഷോർട്ടാക്കി പറയാൻ അറിയണം. ചോദിച്ചാ അതായത് നിയന്ത്രണം വിട്ട ഒരു KSRTC ബസ് കാനയിലേക്ക് വീണു എന്ന് എങ്ങനെ ചുരുക്കി പറയും? ഇതൊക്കെ സിമ്പിളാണ്, ഷോർട്ടാക്കിട്ട് പറയാനുള്ളൂ. ആനവണ്ടി ചള്ളയിലൊതുങ്ങി. സിമ്പിൾ. ആനവണ്ടി ചള്ളയിലൊതുങ്ങി അത്രേ പറയണ്ടോ? ഞങ്ങള് തൃശ്ശൂർക്കാര് എല്ലാം മനസ്സിലാവും. ആണല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചാ, ഒരു മരണം അറിയിക്കാൻ പോകുന്നത് എങ്ങനെ ചെയ്യും? ഒരു മരണം നമ്മൾ അറിയിക്കണം. നമ്മൾ അറിയണ ഒരു ഗഡിയോട് പറയണല്ലേ? പറയണത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഒരു മരണം അറിയിക്കാൻ വരികയാണ്. നസീറേട്ടൻ, ഇവിടെ ജോസേട്ടൻ പാട്ടായി മരിച്ചു. ഏത് ജോസേട്ടൻ? നമ്മുടെ ബേക്കറി കട നടത്തുന്ന ജോസേട്ടൻ. ജോസേട്ടൻ ഞാൻ ഇന്നലെ രാത്രി കൂടെ കണ്ടാണല്ലോ. കട അടച്ച് വീട്ടിൽ പോയി ഫുഡ് എറിഞ്ഞ് കിടന്നുള്ള രാത്രി ആയപ്പോ നെഞ്ഞില് ടേട്ടെന്ന് 2 അടി സ്പോട്ടിൽ പട്ടായി. രാവിലെ എന്നെ പള്ളി കൊണ്ട് നട്ടുസ്റ്റോ നട്ടോ അടക്കിന്ന്. ഇതൊക്കെ ഞങ്ങള് തൃശ്ശൂർക്കാര് മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. പട്ടാന്നാ പൂരത്തിന് വെട്ടിക്കെട്ട് പോടണ പോലെ എന്ത് വേണമെങ്കിൽ ചോദിച്ചാളോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഇനി പുറകെ വരുന്നുണ്ട്. അണ്ണാ ഇത് പോസ്റ്റ് ആയിട്ടിരിക്കല്ലേ കുറെ നേരം. വരാം. മഞ്ജു വാര്യർ, മഞ്ജു ചേച്ചി, ഞാൻ അതിൽ തുടങ്ങുന്നേ. മഞ്ജു വാര്യർ തിരിച്ചു വന്ന് മടങ്ങി വന്ന് കുറെ ഫിലിമെല്ലാം ആക്കിയെല്ലാം നല്ല ഫിലിം തന്നെ. അന്നെങ്കോ ഞാൻ ചെല്ലുന്നേ ഒരു മടങ്ങി വന്ന ശരിക്കുള്ള ഫിലിം ഇത്. പൃഥ്വിരാജ് ചെല്ലിന്. ഞാന് മഞ്ജു വാര്യറിന്റെ ആക്ടിങ്ങിന്റെ വലിയ ഫാന്. ഞാന് ആ ഫാന് ഓർക്ക് പറ്റിയ ക്യാരക്ടർ കൊടുത്ത് അറിഞ്ഞ. പിന്നെ ഞാൻ വിചാരിച്ചിന് ടൊവിന മാസാക്കിട്ട് പിട്ടിന് ഓരെ കുറിച്ച് എന്ത് മുണ്ടിറാൻ കയ്യ എന്തെങ്കിലും മുണ്ടിറാന് എന്ന് പറഞ്ഞാ ഒന്നും പറയാൻ പറ്റില്ല. മുണ്ടിറാൻ കയ്യല്ലാന്ന്. കയ്യല്ല എന്തെങ്കിലും ചെല്ലിയെങ്കിൽ കഥ പറഞ്ഞ പോലെ ആയിപ്പോ. അതുകൊണ്ട് ഞാൻ എന്റെ 1 മാസമായിന് അറിഞ്ഞ. പിന്നെ വിവേക് ഓപ്പറായി വരുമ്പോ ഞാൻ വിചാരിച്ചിന് തിരുവനന്തപുരം എന്തോ അപ്പികളൊക്കെ കൊള്ളാം കേട്ടോ. നന്നായിരിക്കണം അപ്പികള്. കൊച്ചാറൊക്കെ അടിച്ച് വീണേനെ കൊണ്ടുപോയി. അപ്പി ഇതെന്തോന്ന് കാണിക്കുന്നത്? എന്തോ വീട് വെള്ളങ്ങളെല്ലാം കുടിച്ചാ വിശക്കണ? എന്തൊരു പാടോ എന്തോ. എന്തൊരു ചെറിയണത്? എന്തൊരു മൊട ഇറക്കണം. മൊട വേണ്ട കേട്ടോ. അഴുക്ക പയല് പന്നാള് പന്ന സ്വഭാവം എന്തൊരു പന്ന അഴുക്ക സാധനം. പന്ന റാസ്കല് വാ തന്നെ. സ്വല്പം ചോറിങ്ങി അടിക്കും. എന്താണ് അവിടെ കിടന്ന് ഇത്രയും ബഹളം? അവിടെ ഒരു പെണ്ണ് കുളിക്കുമ്പോല്ലേ ആര് ഒളിച്ചു നോക്കിയെന്നോ ഫോട്ടോ എടുത്തു പറഞ്ഞു ഭയങ്കര ബഹളാവും. അത് ശരി, അതിന് നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇനി അവര് എന്റെ പേര് പറയുമോ? എന്റെ പേടി. ആഹാ, അല്ല ഇനി നിങ്ങളെ പേര് പറഞ്ഞാലോ? ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അത് ശരി, അങ്ങനെ മതിയല്ലേ? എന്റെ പേര് ശശി. ഞാൻ പാലക്കാട് മുണ്ടൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയാണ്. പാലക്കാട് മുണ്ടൂര്? അതാ സ്ലാങ് കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. എന്തിനാ ഇവിടെ കയറി വന്നത്? ഞാനില്ലേ, ഞാൻ ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കും. ഞാൻ ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കി അപ്പാട്ടി ഇട്ട് തനിക്ക്. ഓ അതല്ല, പിന്നെ നടന്മാരുടെ കുരലെടുക്കാ. നടന്മാരുടെ കുടലെടുക്കാന്ന്? കുടലല്ല കുട്ടിയെ, കുരല് സൗണ്ട് അസലായിട്ട് കാണിക്കും. ഈ പാലക്കാടൊക്കെ സൗണ്ടിന് കുരലെന്നാണ് പറയുന്നത്. ഞങ്ങള് പാലക്കാട് കുരൽ ഇതാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ പാലക്കാട് എല്ലാവർക്കും കുരലാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹായ് ഹായ്. എന്ത് ചെയ്യാ? ഒന്നുമില്ല, എല്ലാരും എടുത്തു. എന്തോന്ന്? എല്ലാരും ഓടാനോ? അയ്യോ അതല്ല, എല്ലാരും എവിടെ പോയേന്ന്. ഓ അതായിരുന്നോ? എല്ലാരും ഇവിടെയൊക്കെ ഉണ്ട്. ആ പിന്നീടല്ലേട്ടാ, ഇന്നലെ എടുത്ത പശു കയറൂരി കിഞ്ഞുപാഞ്ഞി എവിടെ പോയിന്ന്. എന്തോന്ന് ഭാഷയാടി ഇത്? നമ്മളെ കണ്ണൂര് ഭാഷയ്ക്ക് എന്തിനാന്ന് ഇത്രയെല്ലാം കുഴപ്പമില്ലേ? അയ്യോ ഒരു കുഴപ്പമില്ലേ. ചാറ്റ് ചെയ്യുമ്പോ എന്തൊരു ഡീസന്റ്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്റെ കുഞ്ഞി. വേഗം തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കോ.
കല്യാണം കഴിച്ചിന്നോ? ആ കല്യാണം കഴിച്ച്. അവളുടെ ഒരു കഴിച്ചി. ഇങ്ങനെ സംസാരിക്കണം നിന്നെയും കെട്ടി വീട്ടിലേക്ക് ചെന്ന അമ്മ രണ്ടാളെയും ചവിട്ടി പുറത്താക്കും. ഹലോ. ഹായ്, എവിടാ? ഞാനെന്റെ അത്ത. എന്ത് സേവിച്ചോ? ഇപ്പൊ മതിയാവും. കിഴക്കന്മാരെ നിന്റെ കഞ്ചാവ്ഷി കാവൽ നിൽക്കാനും നീ ചെറ്റവെക്കാനിറങ്ങുമ്പോ ചൂട്ടെടുത്ത് മുമ്പേ നടക്കാനും കമ്പന്തേനെ ഇറക്കി ഇറങ്ങുമ്പോ കാണുന്ന പാവം തമിഴന്മാരെ പൂച്ചാണ്ടി കാണിച്ച് പേടിപ്പിക്കാനൊക്കെ ഇത് കോട്ടയമാടാ. ഇവിടെ കളിക്കിറങ്ങുമ്പോ ഒരു ഇച്ചിരിയും കൂടെ മൂത്തൊരെണ്ണത്തിന് ഇറക്കി. എന്നാ അമ്മി അതിനിപ്പോ എന്നാന്നൊരു പ്രശ്നം? അവൻ എന്നാടി ഒരു കുറവ്? ഇതന്നെയാണോ നിങ്ങളുടെയും പ്രശ്നം? പിന്നെ എന്നാന്ന് വാ തുറന്ന് പറയടി. ഒറ്റ കീറ്. പിന്നെ ഉള്ളത് പറയാലോ, പെട്രോളിന് ഡീസലിന് വില കൂട്ടി അച്ചാൻ ഏശിയാലെന്നേ. പിന്നെ കപ്പ എന്നാ വലുപ്പമാന്നേ.